നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു തുപ്പൽ ഭക്ഷണം, തുപ്പലില്ലാത്ത ഭക്ഷണം സംഘികളുടെ പുതിയ പ്രചാരണമായിരുന്നു. തുപ്പലില്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഹോട്ടലുകളുടെ പേര് പ്രസിദ്ധീകരിച്ചു. ഏറ്റവും വംശീയമായി. ഒരു പെറ്റി കേസ് പോലും എടുത്തില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഭരണകൂടവും അവർക്കെതിരെ. നാർക്കോട്ടിക് ജിഹാദ് നിങ്ങൾ അറിയില്ലേ? ഒരു മതപുരോഹിതൻ, പറയാൻ പാടുണ്ടോ അങ്ങനെ? ഒരു മതപുരോഹിതന്റെ ലക്ഷ്യം എന്താണ്? താല്പര്യം എന്താണ്? ഈ രാജ്യത്ത് ഒരുപാട് മതപുരോഹിതന്മാരില്ലേ? അവർ മനുഷ്യരെ ഭിന്നിപ്പിക്കാനാണോ ശ്രമിക്കുക? ഏത് മതത്തിൽപ്പെട്ടവരായാലും. എന്നാൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന വിവാദം ഉണ്ടാക്കി. അപ്പോഴെന്താ ചെയ്യുന്നത്? മന്ത്രി വാസൻ അദ്ദേഹത്തെ പോയി കണ്ട് അയാൾ മഹാനാണെന്ന് പറയുക. നിയമ നടപടിയല്ല, അത് പറഞ്ഞവൻ മഹാനാണെന്ന് പറയുക നിങ്ങളുടെ ഭരണകാലത്തുണ്ടായതാണ്. അവസാനം വഖഫിന്റെ വിഷയം വന്നു. വഖഫിന്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ ധരിച്ചത് ഞങ്ങൾ ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കുമെന്നാണ്. വഖഫിന്റെ വിഷയത്തിൽ ഞങ്ങൾ ദേവസ്വത്തെ കുറിച്ച് സംസാരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ വഖഫ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം. വഖഫ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. മസ്ജിദുൻ നബവിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സഹാബത്തിന് അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കും. അവരവിടെ താമസിക്കും. അവർക്ക് ഭക്ഷണം വേണം. ആ ഭക്ഷണം പ്രവാചകന് കൊടുത്തിരുന്നത് തനിക്ക് കിട്ടിയ ഹദിയ കൊണ്ടാണ്, തനിക്ക് കിട്ടുന്ന സദക്ക കൊണ്ടാണ്. അങ്ങനെയാണ് ഈ മുതലുണ്ടാവുന്നത്, അല്ലെങ്കിൽ വഖഫ് ഉണ്ടാവുന്നത്.